പാവപ്പെട്ടവന്റെ പണം ബാങ്കുകൾ പിഴയായി തട്ടിയെടുക്കുന്നതിന് അന്ത്യം കുറിച്ച ആവേശകരമായ കഥയാണ് ഇന്നത്തെ വീഡിയോ. ബംഗളൂരുവിൽ ബാംബു പെക്കർ എന്ന സംരംഭം നടത്തുന്ന പരമേശ്വരൻ കൃഷ്ണയ്യർ തന്റെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ശ്രമിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതിതാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തന്റെ തൊഴിലാളികൾ ശമ്പളം ബാങ്ക് വഴി തരണ്ട എന്ന് പറയുന്നു. നേരിട്ട് ഞങ്ങൾക്കത് കയ്യിൽ തന്നാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ അവരുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക ബാങ്ക് പിഴയായി പിടിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന് 15,000 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വരെ പിഴയായി പോകുന്നത് കണ്ടപ്പോൾ ഇത് അനീതിയാണ്, ഇത് കടുത്ത അനീതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. നമുക്ക് നൽകുന്ന ഒരു പേഴ്സണൽ ലോണിന് 7% പലിശ ഈ ബാങ്കുകൾ ഈടാക്കുമ്പോൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് 100%-ലേറെ പലിശയ്ക്ക് തുല്യമായ പിഴത്തുക ഈടാക്കുന്നത് സാമ്പത്തികമായ വലിയൊരു ക്രൂരതയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. ഇതിനായി അദ്ദേഹം മുന്നിട്ടിറങ്ങി. അവിടെയാണ് അദ്ദേഹത്തെ നമ്മിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മളിങ്ങനെ അവിടെ ഇവിടെ പറഞ്ഞു നടക്കും, അദ്ദേഹം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി. റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ആദ്യം സഹായം ഒന്നും ലഭിച്ചില്ലെങ്കിലും 2024 ഏപ്രിലിൽ അദ്ദേഹം ലോക്സഭാ സ്പീക്കർക്ക് നേരിട്ട് പരാതി നൽകി. ഇത് പാർലമെന്ററി പെറ്റീഷൻ കമ്മിറ്റിയുടെ മുന്നിൽ എത്തി. സമിതി നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്ന കണക്കുകൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങൾക്കിടെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം 8,621.12 കോടി രൂപയാണ് മിനിമം ബാലൻസ് പിഴയായി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നും അടിച്ചെടുത്തത്. തീർന്നില്ല, 2024-25 വർഷത്തിൽ മാത്രം ഈ ബാങ്കുകൾ ആകെ 4,817 കോടി രൂപ ഇങ്ങനെ സമ്പാദിച്ചുവെന്ന് കണക്കുകൾ പറയുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി കമ്മിറ്റി ബാങ്കുകളെയും ധനമന്ത്രാലയത്തെയും വളരെ രൂക്ഷമായി വിമർശിച്ചു. ഇതിന്റെ ഫലമായി 2025ഓടെ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് പിഴ നിർത്തലാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 തന്നെ ഇത് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ 6ഓളം ബാങ്കുകൾ ഈ പിഴ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ കോടിക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പോരാട്ടം മൂലം 2026 റിസർവ് ബാങ്ക് കർശനമായ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. 1. 30 ദിവസത്തെ സമയം. അതായത് ബാലൻസ് കുറഞ്ഞാൽ ബാങ്ക് ഉടൻ തന്നെ പിഴ ഈടാക്കാൻ പാടില്ല. SMS വഴി അറിയിപ്പ് നൽകുകയും തിരികെ പണം നിക്ഷേപിക്കാൻ 30 ദിവസം വരെ സമയം നൽകുകയും വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. 2. മൈനസ് ബാലൻസ് പാടില്ല. അതായത് ബാങ്ക് ഈടാക്കുന്ന സർവീസ് ചാർജുകൾ കാരണം നിങ്ങളുടെ അക്കൗണ്ടിലെ തുക ഒരിക്കലും 0-ന് താഴെ പോകാൻ പാടില്ല. 3. സീറോ ബാലൻസ് അക്കൗണ്ട് സംബന്ധിച്ചാണ്. മിനിമം ബാലൻസ് നിലനിർത്താൻ പ്രയാസമുള്ളവർക്ക് അവരുടെ അക്കൗണ്ട് സീറോ ബാലൻസ് സൗകര്യമുള്ള BSBD അക്കൗണ്ടുകളിലേക്ക് സൗജന്യമായി മാറ്റാൻ ബാങ്കുകൾ തന്നെ അവസരം നൽകണം. ഒരു സാധാരണക്കാരന്റെ നിശ്ചയദാർഢ്യം രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിൽ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാക്കി. പരമേശ്വരൻ കൃഷ്ണയ്യർ എന്ന ഈ മലയാളിയുടെ ഈ ജീവിത വിജയം നമുക്ക് നൽകുന്ന പാഠം, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാൽ തീർച്ചയായും ഫലം ഉണ്ടാകും എന്നാണ്.